വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. കുട്ടികൾ നമ്മുടെ കേരള പോലീസിനെ കണ്ടുപഠിക്കണം. അച്ചടക്കം, പെരുമാറ്റ ഗുണം, ആരോഗ്യശീലം തുടങ്ങിയവ ലഭിക്കാൻ പ്രത്യേകിച്ചു. പഴയ പോലീസ് അല്ല ഇപ്പോഴത്തെ കേരള പോലീസ്. ജനമൈത്രി പോലീസ് ആയതിനാൽ ആരെയും എടാ എടി എന്നൊന്നും വിളിക്കില്ല. ബഹുമാനത്തോടെയേ വാഹന പരിശോധന പോലും നടത്തുകയുള്ളൂ. പോലീസിൻ്റെ ഈ ഗുണഗണങ്ങൾ സ്വജീവിതത്തിൽ പകർത്താൻ സ്റ്റുഡൻറ് പോലീസ് പിള്ളേർ കേരള പോലീസ് ആസ്ഥാനത്തെത്തി. DGP ലോക്നാഥ് ബെഹ്റ ഏമാനെയും ശ്രീലേഖ മാഡത്തെയും കണ്ടു. മൊത്തത്തിലെ കേരള സ്റ്റേറ്റിലെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കണം അത് ഞങ്ങൾ തീരുമാനിക്കുന്നില്ല. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുറേ ആൾക്കാരെ ഇതിൽ വരും. ഒരു IPS ഓഫീസർ, കുറേ ആൾക്കാർ ഡെഫിനറ്റായിട്ട് IPS ഓഫീസർ ആവും. അതാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇത് ജോലി ചെയ്യണം. ഇപ്പോൾ ഞാൻ ശ്രീലേഖയോട് പറയാം. ശ്രീലേഖ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞോളൂ. അതങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഭാവിയിൽ നിങ്ങൾ വലുതായി വരുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആകണം എന്ന് ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ട്രെയിനിങ്, സ്റ്റുഡൻറ് പോലീസായിട്ടുള്ള നിങ്ങളുടെ ഈ ജീവിതം വളരെയധികം നിങ്ങൾക്ക് ഏത് ജോലി ചെന്നാലും ഗുണം ചെയ്യും. കാരണം നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ഡിസിപ്ലിൻ, അച്ചടക്കം എന്താണെന്ന് മനസ്സിലാവും. നിയമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ദ ബോയ്സ് വിൽ ബിക്കം ജെന്റിൽമെൻ. ജെന്റിൽമെൻ ഇൻ ദ സെൻസ് നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാനും കുറ്റകൃത്യം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും അതിനെ പ്രതികരിക്കാനും നിങ്ങൾ പഠിക്കും. സ്ത്രീകൾ, പെൺകുട്ടികൾ വളരെയധികം ചടുലതയോടുകൂടിയും വളരെ നല്ല രീതിയിലും നിങ്ങൾക്ക് നിയമം കൈകാര്യം ചെയ്യാനും അക്രമം ചെറുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് എവിടെ പോയാലും ഏത് ജോലി നിങ്ങൾ ഭാവിയിൽ തിരഞ്ഞെടുത്താലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാനും സാധിക്കും. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ വളരെ സ്മാർട്ട് രീതിയിൽ കാര്യം അവതരിച്ചു. ഒരു വളരെ സ്മാർട്ടായിട്ട് എല്ലാ സമയത്തും നിൽക്കണം, സ്മാർട്ടായിട്ട് സംസാരിക്കണം. എല്ലാവർക്കും ഒരു വളരെ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് സംസാരിക്കുക. കാരണം ഒരു ആൾക്ക് ഒരു ചീത്ത നല്ല ലാംഗ്വേജ് ഇല്ലാതെ ഞാൻ എടാ ഇടി ഈ വാർഡ്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. താങ്ക് യു വെരി മച്ച്. DGPയും ശ്രീലേഖ IPSും പറഞ്ഞത് കുട്ടി പോലീസുകാരോട് മാത്രമല്ല, പോലീസിലെ കുട്ടികളോട് കൂടിയാണ്. ഇനിയും മെരുങ്ങാത്ത പോലീസ് കുട്ടികൾ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി നന്നായിക്കൊള്ളണം. ദൃഢചിത്തേ മൃദുഭാവേ എന്ന മുദ്രാവാക്യവുമായി കേരള പോലീസ് അങ്ങനെ മാതൃകാ പോലീസ് ആവണം. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.